നമുക്ക് ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് കൂടി പോകാം. നമുക്കൊന്ന് 63 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു കലോത്സവ വിശേഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ആദ്യ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 1ാം സ്ഥാനം നേടിയ ഒരു കലാപ്രതിഭയുടെ അനുഭവങ്ങളിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൂട്ടുന്നത്. അന്നത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ NK രാമചന്ദ്രൻ്റെ ആ വിജയത്തിന് ഇപ്പോൾ 67 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. വർഷം 67 രാമചന്ദ്രന്റെ ഈ വിജയതാളത്തിന് ഇപ്പോഴും 9ാം ക്ലാസ്സുകാരന്റെ ആവേശമാണ്. 1957 എറണാകുളത്ത് നടന്ന ആദ്യ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആലപ്പുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായാണ് രാമചന്ദ്രൻ പങ്കെടുക്കുന്നത്. പങ്കെടുത്ത ആദ്യ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടി തന്നെ മടങ്ങി. വർഷങ്ങൾ കൂടുമ്പോഴും പഴക്കമുള്ള കലോത്സവത്തോട് തന്നെയാണ് തനിക്ക് ഇപ്പോഴും പ്രിയമെന്ന രാമചന്ദ്രൻ. ഞങ്ങൾ പങ്കെടുത്ത വർഷം അവിടെ 22 ഇനങ്ങളാണ്, മത്സര ഇനങ്ങളാണുള്ളത്. 22 ആകെ മത്സരാർത്ഥികളുടെ എണ്ണം 300ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഒന്നുമില്ല. ഭക്ഷണമൊക്കെ നമുക്ക് അടുത്തുള്ള ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വരണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന സാറുമാർ വാങ്ങിച്ചു തരും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ മത്സര ഇനങ്ങൾ കൂടി, മത്സരാർത്ഥികളുടെ എണ്ണം കൂടി. അന്ന് 300 പേരാണ്, അതേസമയത്ത് ഇപ്പോൾ 14,000 പേരാണ് പങ്കെടുക്കുന്നത്. ആ ഒരു പിന്നെ മത്സര ഇനങ്ങൾ 240 അടുപ്പിച്ച് ഇനങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കലോത്സവത്തിൽ സ്ഥാനമോഹങ്ങൾക്കായാണ് കലാപ്രതിഭകൾ മത്സരിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ കലോത്സവത്തെ സമീപിക്കുന്ന ഈ രീതി മാറ്റണമെന്ന ആഗ്രഹവും അദ്ദേഹം പങ്കുവച്ചു. അപ്പോൾ ആ മത്സരബുദ്ധി ഒഴിവാക്കിയിട്ട് നമുക്ക് അർഹതയുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു മനസ്ഥിതി വരണം. യോഗ്യതയുള്ളവർക്ക് കിട്ടട്ടെ, അതാണ്. ഈ ഗ്രേഡിംഗ് സംവിധാനം വന്നപ്പോഴും അതും വളരെ കാരണം സമ്മാനം കിട്ടിയില്ലെങ്കിലും അവരുടെ കുട്ടികളുടെ കഴിവിനെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്കുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. പക്ഷെ നമ്മൾ ഒരു അമിതമായ ആഗ്രഹം പാടില്ല. നമുക്ക് അർഹിക്കുന്നത് നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. കാലങ്ങൾ കടന്നു പോകുമ്പോഴും 1ാം സ്ഥാനത്തിന്റെ തിളക്കത്തിന് മാധുര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് വർഷങ്ങൾ പഴക്കമുള്ള തന്റെ നേട്ടം വീടിന്റെ ചുമരിൽ ഭദ്രമാക്കി രാമചന്ദ്രൻ വെച്ചതും. പഴയകാല ഓർമ്മകളിലൂടെ ഒന്നുകൂടി മാധുര്യമാക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. 63 വർഷം എത്തി നിൽക്കുമ്പോഴും ആദ്യകാല കലോത്സവം ഒന്നുകൂടി ഓർത്തെടുക്കുമ്പോൾ അതിന് ഇത്തിരി ഭംഗി കൂടുതലാണ്. വിച്ചു പൂവച്ചലിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.